നമസ്കാരം. അമേരിക്ക-ഇറാൻ ബന്ധത്തിൽ പുതിയ വഴിത്തിരിവിന് സൂചന. ഈ വാരാന്ത്യത്തോടെ തന്നെ സമാധാന കരാർ പ്രാബല്യത്തിൽ വരുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ കരാർ സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ലെന്ന് ഇറാൻ പ്രതികരിച്ചതോടെ അനിശ്ചിതത്വം തുടരുകയാണ്. അതേസമയം സമാധാന പ്രതീക്ഷകൾ ശക്തമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിഞ്ഞു. ഫുട്ബോൾ ആരാധകരെ ലക്ഷ്യമിട്ട് വ്യാജ സ്ട്രീമിംഗ് ആപ്പുകളിലൂടെ നടക്കുന്ന സൈബർ തട്ടിപ്പിനെതിരെ പോലീസ് ജാഗ്രതാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച വാർത്തയും പുറത്തുവരുന്നുണ്ട്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ഒരു മണി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. യുദ്ധം അവസാനിപ്പിച്ചെന്നും ഇറാനുമായുള്ള കരാർ ഈ വാരാന്ത്യത്തോടെ തന്നെ പ്രാബല്യത്തിൽ വരുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലുണ്ടായ നേതൃമാറ്റം ഒത്തുതീർപ്പ് സാധ്യതകൾ മെച്ചപ്പെടുത്തിയതായും നിലവിലെ നേതൃത്വം മുൻപുണ്ടായിരുന്നവരെക്കാൾ വിവേകത്തോടെയാണ് ഇടപെടുന്നതെന്നും ട്രംപ് പറഞ്ഞു. യുഎസിനും പശ്ചിമേഷ്യയ്ക്കും ഈ ഉടമ്പടി ഏറെ മികച്ചതാണെന്നും പ്രത്യേകിച്ച് ഇറാന് ഇത് ആത്യന്തികമായി മികച്ചതാണെന്നും ട്രംപ് വ്യക്തമാക്കി. ഡീലിനായുള്ള നീക്കത്തിന്റെ ഭാഗമായി ഇറാനുമേലുള്ള ആക്രമണങ്ങൾ ട്രംപിന്റെ നിർദ്ദേശാനുസരണം യുഎസ് സൈന്യം നിർത്തി. ഇന്നലെ രാത്രി ഇറാനുമേൽ ശക്തമായ ആക്രമണം നടത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഹോർമുസിൽ ഇറാനിലേക്കും തിരിച്ചുമുള്ള കപ്പലുകളെ തടയുന്ന യുഎസ് സൈന്യത്തിന്റെ നടപടിയും തുടരുകയാണ്. അതേസമയം അമേരിക്കയുമായി കരാറിലെത്തിയതായി ഇറാൻ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ട്രംപിന്റെ നിർദ്ദിഷ്ട കരാറിൽ ഇറാൻ ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA റിപ്പോർട്ട് ചെയ്തു. കരാറിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും യുഎസുമായി കരാറായെന്ന റിപ്പോർട്ടുകൾ അഭ്യൂഹങ്ങൾ മാത്രമാണെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബാഘേയും പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി ഇറാനു നേരെ അതിശക്തമായ ആക്രമണം നടത്തുമെന്നും ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുമെന്നും ഭീഷണി മുഴക്കിയ ട്രംപ് മണിക്കൂറുകൾക്കകം തന്നെ ഇത് പിൻവലിച്ചിരുന്നു. യുഎസ് ഇറാൻ സമാധാന കരാർ പ്രതീക്ഷയിൽ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരായ ആസൂത്രിത സൈനിക നടപടികൾ നിർത്തിവെച്ചതും ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന് വ്യക്തമാക്കിയതുമാണ് എണ്ണവില താഴാൻ കാരണം. വെള്ളിയാഴ്ച വ്യാപാരത്തിൽ ബ്രെന്റ് ക്രൂഡ് ബാരലിന് $88.79 WTI ക്രൂഡ് $86 താഴ്ന്നു. ഇതോടെ എണ്ണവില കഴിഞ്ഞ 2 മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് എത്തിയിരിക്കുന്നത്. ഈ ആഴ്ച ബ്രെന്റ് 4% WTI 4% ഇടിഞ്ഞത്. ഇറാനെതിരെ പുതിയ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും തൊട്ടുപിന്നാലെ നയതന്ത്രപരമായ ഒത്തുതീർപ്പ് ഉടനുണ്ടാകുമെന്ന് സൂചന നൽകുകയും ചെയ്ത ട്രംപിന്റെ അപ്രതീക്ഷിതമായ നീക്കങ്ങൾക്കൊടുവിലാണ് വിപണിയിലെ ഈ ചാഞ്ചാട്ടം. എണ്ണവിലയിലെ ഇടിവ് ഇന്ത്യ പോലുള്ള എണ്ണ ഇറക്കുമതി രാജ്യങ്ങൾക്ക് ആശ്വാസമാകും. ഫുട്ബോൾ ആരാധകരെ ലക്ഷ്യമിട്ട് സോഷ്യൽ മീഡിയയിലൂടെ വൻ സൈബർ തട്ടിപ്പ് നടക്കുന്നതായും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പോലീസ് മുന്നറിയിപ്പ്. ഫിഫ ലോകകപ്പ് ലൈവ് ഫ്രീ, 1000-ലധികം TV ചാനലുകൾ സൗജന്യം, പരസ്യങ്ങളില്ലാതെ പ്രീമിയം സിനിമകൾ കാണാം തുടങ്ങിയ ആകർഷകമായ പരസ്യങ്ങൾ നൽകിയാണ് തട്ടിപ്പുകാർ ആളുകളെ കെണിയിൽ വീഴ്ത്തുന്നത്. HEZ TV, ഓപ്പൺ TV, NBTV, മാക്സ് TV തുടങ്ങിയ പേരുകളിൽ ഔദ്യോഗിക ആപ്പുകളാണെന്ന് തോന്നിപ്പിക്കുന്ന വ്യാജ ലിങ്കുകളാണ് സോഷ്യൽ മീഡിയ വഴി ഇവർ പ്രചരിപ്പിക്കുന്നത്. ഈ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ മൊബൈൽ ഫോണിന്റെ പൂർണ്ണ നിയന്ത്രണം തട്ടിപ്പുകാർ കൈക്കലാക്കുകയും തുടർന്ന് UPI ആപ്പുകൾ വഴി ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് പണം തട്ടിയെടുക്കുകയും ചെയ്യും. അതിനാൽ സോഷ്യൽ മീഡിയ വഴി ലഭിക്കുന്ന അജ്ഞാത APK ഫയലുകൾ ഒരു കാരണവശാലും ഇൻസ്റ്റാൾ ചെയ്യരുതെന്നും ആപ്പുകൾ എപ്പോഴും ഗൂഗിൾ പ്ലേ സ്റ്റോർ പോലുള്ള ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യണമെന്നും പോലീസ് ഓർമ്മിപ്പിക്കുന്നു. വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾ പെട്രോൾ പമ്പുകളിൽ നിന്ന് വൻതോതിൽ പെട്രോളും ഡീസലും വാങ്ങുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. വൻകിട ഉപയോക്താക്കൾ ഇനി മുതൽ തങ്ങളുടെ ഇന്ധന ആവശ്യങ്ങൾക്കായി പമ്പുകളെ ആശ്രയിക്കരുതെന്നും പകരം ബൾക്ക് സെയിൽ പോയിന്റുകളിൽ നിന്ന് നേരിട്ട് ഇന്ധനം കൈപ്പറ്റണമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഉത്തരവിട്ടു. ജൂൺ 11 പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കിയ മോട്ടോർ സ്പിരിറ്റ് ആൻഡ് ഹൈസ്പീഡ് ഡീസൽ ഓർഡർ 2026 പ്രകാരമാണ് നിയന്ത്രണം. ആദ്യഘട്ടത്തിൽ 90 ദിവസത്തേക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾക്ക് പമ്പുകളിൽ നിന്ന് നേരിട്ട് ഇന്ധനം നൽകാൻ പാടില്ല. പമ്പുകളിൽ നിന്ന് ഇന്ധനം നേരിട്ട് വാഹനങ്ങളിലേക്കോ അംഗീകൃത കണ്ടെയ്നറുകളിലേക്കോ മാത്രമേ നൽകാൻ പാടുള്ളൂ. ഒരു ഉപഭോക്താവിന് അല്ലെങ്കിൽ ഒരു വാഹനത്തിന് ഒരു ദിവസം പരമാവധി 200 ലിറ്റർ ഡീസൽ മാത്രമേ പമ്പുകളിൽ നിന്ന് നൽകാൻ പാടുള്ളൂ എന്നിങ്ങനെയാണ് നിയന്ത്രണങ്ങൾ.
ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ നടപ്പാക്കുന്നതിന് മുന്നോടിയായി ബ്രിട്ടനിൽ നിർമ്മിച്ച് ഇറക്കുമതി ചെയ്യുന്ന ആഡംബര കാറുകളുടെ വില കുറയ്ക്കാൻ കമ്പനികൾ നീക്കം തുടങ്ങി. ആഡംബര കാർ ബ്രാൻഡുകളായ ക്ലാരൻ, ജാഗ്വാർ, ലാൻഡ് റോവർ എന്നിവയാണ് ഇതിനകം വില കുറയ്ക്കാൻ തീരുമാനമെടുത്തത്. കരാർ ഔദ്യോഗികമായി നടപ്പാക്കുന്നതിന് മുൻപായി വിപണിയിൽ ഓർഡറുകൾ കണ്ടെത്തി സാന്നിധ്യം ശക്തമാക്കുന്നതിനാണ് കമ്പനികളുടെ ശ്രമം. കരാർ നടപ്പാകുന്നതോടെ ഇന്ത്യയിലെ പ്രീമിയം വാഹനങ്ങളുടെ വിപണിയിലേക്ക് ബ്രിട്ടീഷ് കമ്പനികളിൽ നിന്ന് അസാധാരണമായ രീതിയിൽ ആഡംബര വാഹനങ്ങളെത്താൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഉയർന്ന വിലയുള്ള പെട്രോൾ സൂപ്പർ കാറുകൾക്കും ലക്ഷറി SUVകൾക്കും വലിയ അളവിൽ വില കുറയാനുള്ള സാധ്യതയാണ് ഒരുങ്ങുന്നത്. CMRL എക്സലോജിക് മാസപ്പടി കേസിൽ വീണ വിജയന് വീണ്ടും ED സമൻസ്. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ന് ഹാജരാകുന്നതിൽ വീണ അവധി ചോദിച്ച പശ്ചാത്തലത്തിലാണ് പുതിയ സമൻസ്. ബുധനാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. രേഖകൾ അഭിഭാഷകൻ മുഖേന ഹാജരാക്കാമെന്ന് വീണ വ്യക്തമാക്കിയിരുന്നുവെങ്കിലും ED വിസമ്മതിക്കുകയായിരുന്നു. CMRL MD ശശിധരൻ കർത്തയുടെ മകൻ ശരൺ S കർത്ത അടക്കമുള്ളവരെ തിങ്കളാഴ്ചയാണ് ചോദ്യം ചെയ്യുന്നത്. വീണയടക്കം 9 പേർക്കാണ് കഴിഞ്ഞ ദിവസം ED സമൻസ് അയച്ചത്. സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനത്തിൽ മാറ്റത്തിന് വഴിയൊരുങ്ങുന്നു. റേഷൻ കടകളിലെത്തി സാധനങ്ങൾ വാങ്ങാൻ കഴിയാത്ത കിടപ്പു രോഗികൾക്കും ഗുരുതര ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്കും വീട്ടുപടിക്കൽ റേഷൻ എത്തിക്കുന്ന പദ്ധതി നടപ്പാക്കുന്നത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പരിഗണിക്കുന്നതായി മന്ത്രി അനൂപ് ജേക്കബ്. ഇതിനായുള്ള പ്രാഥമിക ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. നിലവിൽ റേഷൻ വാങ്ങാൻ റേഷൻ കടകളിൽ എത്തേണ്ട സാഹചര്യം നിരവധി വയോജനങ്ങൾക്കും കിടപ്പു രോഗികൾക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് അർഹരായ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് വീടുകളിൽ റേഷൻ വിതരണം ചെയ്യാനുള്ള സാധ്യത സർക്കാർ പരിശോധിക്കുന്നത്. പദ്ധതി നടപ്പിലായാൽ സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനത്തിൽ വലിയ മാറ്റമാകും. വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും കിടപ്പു രോഗികൾക്കും കൂടുതൽ സൗകര്യപ്രദമായി റേഷൻ ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. സമാനമായ പദ്ധതികൾ മറ്റ് സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കുന്നുണ്ട്. പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ, അർഹതാ വ്യവസ്ഥകൾ, വിതരണം എങ്ങനെ നടത്തും തുടങ്ങിയ കാര്യങ്ങളിൽ അന്തിമ തീരുമാനം പിന്നീടുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. സർവകലാശാലകളിലെ താൽക്കാലിക അസിസ്റ്റന്റ് ഗ്രേഡ് നിയമനങ്ങൾ ഇനി PSC റാങ്ക് പട്ടികയിൽ നിന്നാകും. ചാൻസലർ കൂടിയായ ഗവർണർ വിഷയത്തിൽ ഇടപെട്ടു. പ്രത്യേക നിർദ്ദേശം ഗവർണറുടെ ഓഫീസിൽ നിന്ന് ഉടൻ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. MG കേരള സർവകലാശാല VCമാർ ഇതിന് സമ്മതം അറിയിച്ചതായും റിപ്പോർട്ടുണ്ട്. താൽക്കാലിക നിയമനങ്ങളിൽ ഭരണാനുകൂല യൂണിയനിലെയും പാർട്ടികളിലെയും നേതാക്കൾ ഇടപെടുന്നതിനെക്കുറിച്ച് പരാതിയുണ്ടായ സാഹചര്യത്തിൽ കൂടിയാണിത്. നിലവിൽ അസിസ്റ്റന്റ് ഗ്രേഡ് സ്ഥിര നിയമനം PSC പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. 13 സർവകലാശാലകളിലേക്കായി പൊതുപരീക്ഷ നടത്തിയാണ് നിയമനം. 3 വർഷം കൂടുമ്പോൾ 500ഓളം ഒഴിവുകളാണ് ഉണ്ടാകാറുള്ളത്. 3 വർഷം കൂടുമ്പോഴാണ് PSC പരീക്ഷയെന്നതിനാൽ ഇടയ്ക്ക് വരുന്ന ഒഴിവുകൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് നികത്തുന്നത്. എന്നാൽ മിക്ക സർവകലാശാലകളും സ്വന്തമായി നിയമനം നടത്തുകയാണ്. ഇതിൽ യൂണിയനുകളുടെ ഇടപെടൽ ഉണ്ടാകാറുണ്ട്. ട്രെയിനുകളിൽ ഭക്ഷണം എത്തിക്കുന്ന 14 e-കാറ്ററിംഗ് വെബ്സൈറ്റുകൾ IRCTC നിരോധിച്ചു. യാത്രക്കാരിൽ നിന്ന് വ്യാപകമായ പരാതികൾ ഉയർന്നതിനെ തുടർന്നാണിത്. ഭക്ഷണത്തിന്റെ ഗുണനിലവാരവും കൃത്യസമയത്ത് ഭക്ഷണം എത്തിക്കാത്തതും സംബന്ധിച്ച് പരാതികൾ ഉയർന്നിരുന്നു. IRCTCയുടെ e-കാറ്ററിംഗ് പ്ലാറ്റ്ഫോമുകളാണെന്ന് അവകാശപ്പെട്ടായിരുന്നു ഇവയുടെ പ്രവർത്തനം. എന്നാൽ ഭക്ഷണം തങ്ങളുടെ ക്ലൗഡ് കിച്ചണുകളിൽ നിന്നോ തങ്ങളുമായി ബന്ധപ്പെട്ട ബ്രാൻഡുകളിൽ നിന്നോ അല്ലെന്ന് IRCTC വ്യക്തമാക്കി. ഇത്തരം വെബ്സൈറ്റുകളിൽ പലതും യാത്രക്കാരുടെ PNR നമ്പറുകൾ, മൊബൈൽ നമ്പറുകൾ, ഇമെയിൽ വിലാസങ്ങൾ, പേയ്മെന്റ് വിശദാംശങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു. ഇത് ഓൺലൈൻ തട്ടിപ്പ്, വ്യക്തിഗത ഡാറ്റയുടെ ദുരുപയോഗം തുടങ്ങിയ അപകട സാധ്യതകളിലേക്ക് യാത്രക്കാരെ എത്തിക്കുന്നു. IRCTCയുടെ e-കാറ്ററിംഗ് സേവനം 400-ലധികം റെയിൽവേ സ്റ്റേഷനുകളിൽ ലഭ്യമാണ്. ഔദ്യോഗിക e-കാറ്ററിംഗ് വെബ്സൈറ്റ്, ഫുഡ് ഓൺ ട്രാക്ക് മൊബൈൽ ആപ്പ്, 1323 ഹെൽപ്പ് ലൈൻ എന്നിവയുടെ മാത്രമേ യാത്രക്കാർ ഭക്ഷണം ഓർഡർ ചെയ്യാവൂ എന്ന് IRCTC അറിയിച്ചു. ഇതോടുകൂടി 1 മണി വാർത്ത പൂർത്തിയാവുകയാണ്. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റ് അപ്ഡേറ്റ്സ് കാണാം. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.